ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. അൽഹംദുലില്ലാ 4 നോമ്പ് തുറക്കാൻ പറ്റി. വളരെ റാഹത്തായിട്ട് 4 നോമ്പ് തുറക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ റമദാൻ 30 നല്ല ആരോഗ്യത്തോടെ നോമ്പെടുക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങൾ ഉൾപ്പെടുത്താം. നമ്മൾ സാധാരണ നോമ്പ് തുറക്കുമ്പോൾ പത്തിരി, ഒരു കറി, പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ്, ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാകുന്ന. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. പത്തിരിക്ക് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സ്നാക്സിന് ഉന്നക്കായ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉന്നക്കായ നമ്മൾ വിചാരിച്ച രീതിക്ക് ഇങ്ങോട്ട് കുഴച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പഴുത്തത് പോരായിട്ടാണോ അതോ വേവിച്ചത് പോരായിട്ടാണോ എന്താ സത്യം പറഞ്ഞാൽ പിടുത്തം കിട്ടിയില്ല. അപ്പം അതിലേക്കുള്ള എന്താണ് തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ടിട്ട് വറുത്തെടുത്ത് അതിൽ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഉന്നക്കായ ഉണ്ടാക്കിയത്. പിന്നെ ഇപ്രാവശ്യം നല്ല ചൂടിലാണല്ലോ നമ്മൾ റമദാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളമാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക എല്ലാവരും. അപ്പോൾ നമ്മളിന്ന് വെള്ളത്തിന് വത്തക്ക വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയത്. വത്തക്ക കുത്തി ഒടിച്ചങ്ങാണ്ട് വെള്ളമാണ്. അപ്പോൾ കാരണം നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ഒരു 4-5 ഗ്ലാസ് വെള്ളമാണ് കാര്യമായിട്ട് കുടിക്കുക. അപ്പോൾ കുറച്ച് മധുരം ഇട്ടിട്ട് വെള്ളം കലക്കലാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഇതാണ്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റായി. ബാങ്ക് കൊടുക്കാനാകുമ്പോഴേക്ക് മോനെ നോമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ മോന് സമയം സെറ്റാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ബാങ്ക് കൊടുക്കണമെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് കൊലായിൽ വന്നിരിക്കുക. കാരണം ഉണ്ടാക്കി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള ഒരു വെയിറ്റിംഗ്. ഇബേ എത്ര നോമ്പ് പറ്റി? നോമ്പ് പറ്റിട്ടെന്താ അവസ്ഥ? ക്ഷീണമുണ്ടോ? നാളെ നോൽക്കുമോ? ഫുള്ള് നോൽക്കുമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണേ.